നമസ്കാരം. വാർത്താ സന്ധ്യയിൽ നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ പോരാട്ടം മുറുകി. PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക അംഗീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയത്. ദേശീയ പാർട്ടി അല്ലാതെ മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രികയിൽ മണ്ഡലത്തിലെ 10 പേരുടെ ഒപ്പ് വേണമെന്നാണ് ചട്ടം. എന്നാൽ അൻവറിന്റെ പത്രികയിൽ ഒരാളുടെ ഒപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതും ഒരു സെറ്റ് പത്രിക തള്ളാൻ കാരണമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക അംഗീകരിച്ചു. ചിഹ്നം ഏതായാലും തിരിച്ചടിയല്ലെന്നും പിണറായിക്കെതിരെയാണ് പോരാട്ടമെന്നും PV അൻവർ. അവിടെ പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടലാണ്. പിണറായിസത്തിന് വേണ്ടി ജീവിതം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിണറായിസത്തെ ആരാണ് ശക്തമായി എതിർക്കുന്നത്? ആ ശക്തമായി എതിർക്കുന്നവർക്ക് വോട്ട് നൽകാൻ ജനം അവിടെ കാത്തിരിക്കുകയാണ്. ഒന്ന് തെളിഞ്ഞ പിണറായിയാണ്, മറ്റൊന്ന് ഒളിഞ്ഞു നിൽക്കുന്ന പിണറായിസത്തിന്റെ വക്താവാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആശയക്കുഴപ്പമാണ് പത്രിക തള്ളാൻ കാരണമെന്ന് വിശദീകരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ ദേശീയ നേതൃത്വത്തിന്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും അൻവറിന് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നും നേതൃത്വം. പത്രിക തള്ളിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്നും തങ്ങളത് കാര്യമാക്കുന്നില്ല എന്നുമാണ് LDFന്റെയും UDFന്റെയും നിലപാട്. ന്യൂസ് ഡെസ്ക് 24. വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ്. വർഗീയവാദികൾ നല്ല മനുഷ്യരല്ല, അവരുടെ വോട്ടുകൾ വേണ്ട. വർഗീയ ചിന്തകളുള്ളവർ അത് ഉപേക്ഷിച്ച് മതനിരപേക്ഷ പക്ഷത്തേക്ക് വരികയാണ് വേണ്ടതെന്നും M സ്വരാജ് വ്യക്തമാക്കി. ഇന്ന് സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിലാണ് ഇടത് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിലെ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ BJP എന്നോ സുഡാപ്പി എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല. മനുഷ്യന്റെ എല്ലാ പിന്തുണയും, എല്ലാ മനുഷ്യരുടെയും പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് M സ്വരാജിനു വേണ്ടി വോട്ട് തേടി നടത്തിയ വിവാദ പ്രസംഗമാണ് M സ്വരാജ് തിരുത്തിയത്. BJPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ഒക്കെ വോട്ട് വേണമെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നായിരിക്കും TM സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നതെന്ന് M സ്വരാജ്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരു വർഗീയവാദിയെ ഒരു മനുഷ്യനായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നില്ല, ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യസ്നേഹവും മനുഷ്യത്വവും മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ്. ഇന്ന് ജന്മനാടായ പോത്തുകല്ലിലായിരുന്നു ഇടതു സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. പഞ്ചായത്ത് പര്യടനം കഴിഞ്ഞ കുടുംബസംഗമങ്ങൾ അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കും. ഈ മാസം 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ M സ്വരാജിനായി വോട്ട് തേടും. സ്വാതി കൃഷ്ണയ്ക്കും അഖിലിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കമെന്ന LDF ആരോപണം തള്ളി UDF നേതാക്കൾ. വ്യാജ പ്രചാരണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ആരോപിച്ചു. കോൺഗ്രസും ലീഗും ഒരുമിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് പ്രതികരിച്ചു. ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിനെത്തി. വിവാദങ്ങളെ പാടെ അവഗണിച്ചാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ടെന്ന് UDF ഒറ്റക്കെട്ടായി എടുത്ത നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 24നോട് പറഞ്ഞു. PV അൻവറിന്റെ വാതിൽ എന്നേക്കുമായി അടച്ചുവെന്നും VD സതീശൻ. ഞാൻ എടുത്ത ഒരു നിലപാടല്ല അത്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനം. UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി. ഞാനത് പറഞ്ഞു. അത് അവസാനത്തെ UDF യോഗം ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അറിയിച്ചു. എന്നിട്ട് വീണ്ടും ചെയ്താൽ ആ വാതിലങ്ങ് അടച്ചേക്കാൻ
എന്നോട് പറഞ്ഞു UDF നേതൃത്വം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാലമായാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രചാരണ രംഗത്തുണ്ട്. ഇന്ന് പോത്തുകൽ മുണ്ടേരിൽ നിന്നാണ് പഞ്ചായത്ത് തല പ്രചാരണം തുടങ്ങിയത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയെ വർഗീയ ഒരു ജില്ലയാക്കി പലരും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, വർഗീയ ധ്രുവീകരണം കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു ഭാഗമാകും. ഇന്നു മുതൽ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാക്കളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. PV അൻവറിനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. 24 നിലമ്പൂർ. UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കണ്ണുവച്ച് NDA ക്യാമ്പ്. ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോടുള്ള അവമതിപ്പ് മാറിയെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 24നോട് പറഞ്ഞു. മണ്ഡലത്തിലെ NDA കൺവെൻഷൻ ജൂൺ 5-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. NDA സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് നേതാവായിരുന്ന മോഹൻ ജോർജിനെ നിർത്തിയതിലൂടെ BJP ലക്ഷ്യമിടുന്നത് മലയോര ജനത എന്ന വോട്ട് ബാങ്കാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള മോഹൻ ജോർജ് ആ വഴി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രചാരണം നടത്തുന്നതും. ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോടുള്ള അവമതിപ്പ് മാറിയെന്നും ഉടൻ സഭാധ്യക്ഷന്മാരെ നേരിൽ കാണുമെന്നും മോഹൻ ജോർജ് 24നോട്. കേരള കോൺഗ്രസ് ധാരാളം പേര് വരും. ഷാജു ചെറിയൻ സാർ നമ്മുടെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കേരള കോൺഗ്രസ്സുകാർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരും. കേരള കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയുള്ള അവമതിപ്പ് മാറി. ഇപ്പൊ എല്ലാവരും BJPയിൽ ചേരുവാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും അതിനുള്ള വഴിയൊരുക്കണമെന്നതിനോട് ആവശ്യപ്പെടുകയാണ്. DCC അധ്യക്ഷനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന VV പ്രകാശിന്റെ വീട്ടിൽ മോഹൻ ജോർജ് സന്ദർശിച്ചു. ശേഷം നിലമ്പൂർ കോവിലകത്തും എത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാന നേതാക്കളും നിലമ്പൂരിലേക്ക് മോഹൻ ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചെത്തും. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 18 പേരാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രിക ഉൾപ്പെടെ 7 പത്രികകൾ തള്ളി. SDPI സ്ഥാനാർത്ഥിയായ സാദിഖ് നടുത്തുടിയുടെ പത്രികയും തള്ളി. സാദിഖും സ്വതന്ത്രനായി മത്സരിക്കും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 5-ന് വൈകിട്ട് 3 വരെയാണ്. അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാവുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ അറിയിച്ചു. സിൽവർ ലൈനിന് ബദലായുള്ള സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. റെയിൽവേ ഭവനിലെത്തിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രി V അബ്ദുറഹ്മാനും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ റെയിൽവേ വിഷയങ്ങളാണ് ചർച്ചയായത്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി V അബ്ദുറഹ്മാൻ. കേന്ദ്ര വിദഗ്ധ സംഘം പദ്ധതിക്കായി കേരളത്തിലെത്തും. അതേസമയം ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ ചർച്ച ചെയ്തില്ലെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൽ നിന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണ്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് ശരാശരി 372 കോടിയിൽ നിന്ന് 3042 കോടിയായി വർദ്ധിപ്പിച്ചുവെന്നും ചരക്ക് നീക്കത്തിനും പാസഞ്ചർ ട്രെയിനുമായി കേരളത്തിലെ വടക്കുമുതൽ തെക്കുവരെ ബന്ധിപ്പിക്കുന്ന 3ാമത്തെയും 4ാമത്തെയും പാതകൾക്കായുള്ള ചർച്ചകളും നടന്നുവെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. സിൽവർ ലൈനിന് ബദലായി E ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് E ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. E ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനവുമായി ചർച്ചകൾ ആരംഭിക്കുക. 24 ഡൽഹി. വിദേശ ഫണ്ട് വിവേചനം സംബന്ധിച്ച വിഷയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിഷയം ഉന്നയിക്കാൻ സർക്കാരിന് മറ്റവസരങ്ങളുണ്ട്. സംസ്ഥാനത്തെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളാണ് ഉന്നയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. വിദേശ സഹായവുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നത്തെ അജണ്ടയിൽ വരേണ്ടതല്ല. അതൊരു പൊതുവായ പ്രശ്നമാണ്. അത് നമ്മൾ പൊതുവെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് പറയാൻ സമയമുണ്ട്. കാരണം ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് നൽകിയ ഒരു കാര്യത്തിനെ നമ്മൾ എതിർത്തിട്ടില്ല. മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തത് നന്നായി. കാരണം സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം.
അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊരു വിവേചനം വേണ്ട കാര്യമില്ല. എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ കാണണം എന്നൊരു കാര്യം പൊതുവിൽ പറഞ്ഞതാണ്. 2-3 ഇഷ്യൂസിൽ പിന്നെ ചില കണക്കുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് അത് അത്യാവശ്യം കറക്റ്റ് ചെയ്ത് തരണം എന്നുള്ളത് തന്നെ പറയുന്നത്. അങ്കനവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന 4 വയസ്സുകാരൻ ശംഖുവിന്റെ ആഗ്രഹം പൂവണിഞ്ഞു. അങ്കനവാടി കുട്ടികൾക്കായുള്ള ഭക്ഷണ മെനു ബിരിയാണി കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചിരിക്കുകയാണ്. ശംഖുവിന്റെ ബിരിയാണി കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? എനിക്ക് ബിരിയാണിയും പൊരിച്ച കോഴിയും തരുവോ എന്ന ശംഖുവിന്റെ നിഷ്കളങ്കമായ ചോദ്യം തറച്ചത് മലയാളികളുടെ ഹൃദയത്തിലായിരുന്നു. അന്ന് ശംഖുവിന് മന്ത്രി വീണ ജോർജ് നൽകിയ വാക്കാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് എന്നിവയിലാണ് മാറ്റം. മുട്ട ബിരിയാണിക്കൊപ്പം പുലാവും പുതുക്കിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ബിരിയാണി കൊടുക്കുന്നത്. 2 ദിവസം മുട്ട, 2 ദിവസം പാല് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ വർഷം ഒരു കാര്യം കൂടിയുണ്ട്. അത് 3 ദിവസം മുട്ട, 3 ദിവസം പാല് എന്നുള്ള നിലയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വർക്കിംഗ് ഗ്രൂപ്പ് അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫണ്ട് കൂടി ധനവകുപ്പ് നൽകിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. വാർത്ത കണ്ട ശംഖുവും ഹാപ്പിയാണിപ്പോൾ. വാർത്ത കണ്ടു, ശംഖുവിന് ഹാപ്പിയായി. മന്ത്രിയാജിക്കും 24-കാർക്കും താങ്ക് യു. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് മാതൃകാ ഭക്ഷണ മെനു പ്രകാശനം ചെയ്തത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തൃശൂർ മേലൂർ സ്വദേശിയായ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയെടുത്തു. 1.5 ദിവസം വീട്ടമ്മയെ ഓൺലൈനിൽ വീഡിയോ കോളിൽ ബന്ദിയാക്കിയാണ് പണം തട്ടിയത്. എന്ന് പറയുന്ന ഒരാളുടെ പേര് മാത്രമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉള്ളി നമ്പർ, UPI നമ്പർ എന്നും പറഞ്ഞ് തരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് മടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ടയേർഡായി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ടയേർഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ശരി മാഡം, ഒരു കാര്യം ചെയ്യ്, മാഡം റെസ്റ്റ് എടുത്തോ, ആഹാരം കഴിച്ചോ, റെസ്റ്റ് ചെയ്യേ, അത് കഴിഞ്ഞിട്ടാട്ടെ. അപ്പം ഇങ്ങനെ ഇവരിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംശയം വന്നു. പലരുടെ പേരിൽ വന്നിട്ട് ഈ പൈസ ഒന്നിച്ച് ഗവൺമെൻറ്റിൽ കിടക്കുമെന്ന് പറയുന്നത് അതെന്നാ ഉദ്ദേശമാണ്? അപ്പം വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജ്ജയാണ്. സൂരജ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമില്ല, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കരുത്, ഭയപ്പെടരുത്, ആശങ്ക വേണ്ട എന്നൊക്കെ. പക്ഷെ എന്നാലും ഇത് രാജ്യത്തിന്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ ക്രിസ്റ്റിന, ഈ ഫോൺ ചെയ്യുമ്പോഴടക്കം ഇത്തരത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളുണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോയില്ല ഈ ചാലക്കുടിയിലെ കാര്യത്തിൽ എന്നുള്ളതാണ്. മേലൂർ സ്വദേശി ട്രീസയാണ് 1.5 ദിവസം ഇത്തരത്തിൽ ഈ വെർച്വൽ അറസ്റ്റിൽപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വന്നത്. അതായത് ഈ വീഡിയോ കോളിൽ പോലീസ് യൂണിഫോം ധരിച്ച ഒരാളെത്തുന്നു, ഈ വീടിന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. ഇവരുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ കൈവശപ്പെടുത്തുകയും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും അതിന്റെ പേരിൽ വെർച്വൽ അറസ്റ്റ് ചെയ്യുകയുമാണ് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ 1.5 ദിവസം വീട്ടമ്മ ഈ മുറിക്കുള്ളിൽ കഴിയുന്നു. അതിനിടയിൽ ഇവരുടെ കൈവശമുള്ള പണം ഇവർ നൽകിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവർക്ക് ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ നൽകിയ ശേഷം ഈ ബാങ്കിൽ നിന്ന് ഈ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ചെക്കിൽ ഈ 2 ലക്ഷത്തിലധികം രൂപയുടെ ഒരു ചെക്ക് ഇവർ എഴുതിയ ശേഷം ആ ബാങ്കിൽ കൊണ്ടുപോയി അത് മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ അത്രയും തുക ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ വെർച്വൽ അറസ്റ്റ് നടത്തിയ ആളോട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല എന്നറിയിച്ചപ്പോൾ ഗൂഗിൾ പേ വഴി പല ചെറിയ തുകകളായി ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ചെറിയ തുകകളായി 40,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സമയത്ത് ഇവർക്ക് തീർത്തും സംശയം തോന്നുന്നു, ഇത് ഒരു തട്ടിപ്പാകാം, അത് പല നമ്പറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു, അത് സംശയമായി ഇവർ കണക്കാക്കുന്നു. അതായത് സർക്കാരിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പണം ട്രാൻസ്ഫർ ചെയ്യിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയം തോന്നുകയും സമീപത്തെ വ്യക്തിയോട് കാര്യം പറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ വെർച്വൽ അറസ്റ്റാണ്, ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള ഇവർ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ പോലീസിനടക്കം ട്രീസ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റിന,
ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. ഇന്ന് IPL ഫൈനലാണ്. RCBക്കോ പഞ്ചാബിനോ കിരീടം, അതോ മഴ കളി കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ IPL വാർത്തകളിലേക്ക് നമ്മൾ പോകും ഇടവേളയ്ക്ക് ശേഷം. IPL വാർത്തകളിലേക്കാണ്. ആരുയർത്തും IPL കിരീടം? അങ്ങനെ IPL ഫൈനൽ പോരിന്റെ ആവേശത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കലാശപ്പോരിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. IPL കിരീടത്തിന് ഇന്ന് പുതിയൊരു അവകാശികളുണ്ടാകും. 2008 പ്രഥമ സീസൺ മുതൽ കളിക്കുന്നവരെങ്കിലും ഇന്നേ വരെ കപ്പെടുത്തിട്ടില്ലാത്തവരെന്ന ആ വൻ നാണക്കേടിൽ നിന്ന് ഒരു ടീമിന് മോചനമുണ്ടാകും. മറു ടീമിൻ്റെ കപ്പിനായുള്ള കാത്തിരിപ്പ് 19ാം സീസണിലേക്ക് നീളും. ഈ സാല കപ്പ് നംദേ എന്നത് ഇത്തവണയെങ്കിലും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2009, 2011, 2016 വർഷങ്ങളിൽ കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം 4ാം അവസരത്തിൽ കൈപ്പിടിയിലൊതുക്കാമെന്ന പ്രതീക്ഷയിലാണ് RCB. പഞ്ചാബ് കിങ്സിനത് 2ാം ഫൈനൽ. 2014 റണ്ണറപ്പുകളായ പഞ്ചാബ് അതിനുശേഷം ഇത് ആദ്യമായാണ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് മുന്നേറിയത് പോലും. ഈ സീസണിൽ ഇത് 4ാം തവണയാണ് ബംഗളൂരുവും പഞ്ചാബും മുഖാമുഖം എത്തുന്നത്. ആദ്യ ക്വാളിഫയർ ജയത്തോടെ 2-1 ലീഡെടുത്തിരിക്കുകയാണ് ബംഗളൂരു. വിജയക്കുതിപ്പ് തുടർന്ന് RCB കിരീടം നേടുമോ, അതോ പഞ്ചാബ് കണക്ക് തീർത്ത് കപ്പടിക്കുമോ? എന്തായാലും അഹമ്മദാബാദിൽ തീപ്പാറും പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ 37 മരണം, 5 ലക്ഷത്തിലധികം പേരെയാണ് മഴ ബാധിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചു. അസമിലും മേഘാലയയിലും റെഡ് അലർട്ടാണ്. അസം, ത്രിപുര, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ കനത്ത നാശം വിതച്ചു. 5 ലക്ഷത്തിലേറെ പേരാണ് ദുരിതത്തിലായത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസമിലാണ്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അസമിലെ 22 ജില്ലകളെ ബാധിച്ചു. 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. സംസ്ഥാനത്തെ 15 നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ അസമിലെ ലഖിംപൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സന്ദർശനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അസമിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്ത നിവാരണത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകി. മേഘാലയയിൽ 10-ലേറെ ജില്ലകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. മണിപ്പൂരിൽ 19,000-ലധികം പേർ ദുരിതത്തിലാണ്. 3,000-ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത വിജി, 24, ഡൽഹി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന നടത്തണം. ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത ആശുപത്രികൾ വിലയിരുത്തണമെന്നും നിർദ്ദേശം. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഗുരുതര രോഗമുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണം. കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തുന്നവരെ ആന്റിജൻ RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കണം. രോഗികളുടെ എണ്ണം 1500-ലേക്ക് അടുത്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ സർക്കുലർ ഇറക്കിയത്. കേരളത്തിൽ കേസുകൾ കൂടുന്നതിനൊപ്പം മരണവും സംഭവിക്കുന്നുണ്ട്. ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങളുള്ളവർക്ക് വൈറസ് ബാധയേറ്റാൽ ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 1416 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ജനുവരി മുതൽ ഇതുവരെ 9 മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും കോവിഡിനെ കരുതിയിരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം പൊതുജനം കഴുതയല്ല സാർ. KR ഗോപികൃഷ്ണന് നമസ്കാരം.